ഗാസയിൽ ഇസ്രയേലിന്റെ വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടെ കൈറോയിൽ രണ്ടാം വട്ട ചർച്ചകൾ തുടങ്ങി. ഒരു ബന്ദിയുടെ മൃതദേഹം ഹമാസ് ഇസ്രയേലിന് കൈമാറി. ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാൻ വൈകരുതെന്ന് ഇസ്രയേലിനോട് UN ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളാണ് ഇന്നലെ കൈറോയിൽ ചേർന്ന യോഗത്തിലുണ്ടായത്. മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നിവയ്ക്ക് പുറമെ US പ്രതിനിധികളും ചർച്ചയിൽ സംബന്ധിച്ചു. ഹമാസ് സംഘവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ഈജിപ്ത് സംഘം യോഗത്തെ ധരിപ്പിച്ചു. ഒക്ടോബർ 10 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം സംബന്ധിച്ച് മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും വിലയിരുത്തി. അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം, യുദ്ധാനന്തര ഗാസയുടെ ഭരണം, ഹമാസിന്റെ നിരായുധീകരണം എന്നിവയും യോഗം ചർച്ച ചെയ്തതായി ഈജിപ്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ രാത്രി ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഹമാസ് ഇസ്രയേലിന് കൈമാറി. ഇനി 2 മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്തി കൈമാറാനുള്ളത്. ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ വൈകുന്നതും ഹമാസ് പോരാളികളുടെ ഇടപെടലുമാണ് വെടിനിർത്തൽ ലംഘനത്തിന് തങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. വെടിനിർത്തൽ 1.5 മാസം പിന്നിട്ടിട്ടും ഗാസയിലേക്ക് ആവശ്യത്തിന് സഹായം എത്താതിരിക്കുന്നതിൽ ഐക്യരാഷ്ട്ര സംഘടന ആശങ്ക രേഖപ്പെടുത്തി. അതിർത്തികൾ തുറന്ന് പരമാവധി സഹായം ഗാസയിൽ ലഭ്യമാക്കണമെന്നും ഐക്യരാഷ്ട്ര സംഘടന ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. അതിനിടെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക കമാൻഡർ ഹൈതം തബ്താബായിയുടെ സംസ്കാര ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തിരുന്നു. കൊല്ലപ്പെട്ട മറ്റ് 2 ഹിസ്ബുള്ള അംഗങ്ങളുടെയും മൃതദേഹങ്ങൾ ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്ത് ഖബറടക്കി. ഞായറാഴ്ച ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് തബ്തായി കൊല്ലപ്പെട്ടത്. അതേസമയം 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വംശഹത്യാ യുദ്ധം ഇസ്രയേലിലെ ജനങ്ങളുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചതായി മാനസികാരോഗ്യ സംഘടനകളും ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ശിഥിലമാക്കിയ മാനസിക പ്രശ്നങ്ങൾ കാരണം 20 ദശലക്ഷം ആളുകൾക്ക് പിന്തുണ ആവശ്യമാണെന്ന് ഇസ്രയേൽ മാധ്യമം ഇഡിയോത്ത് അഹ്റോത്തിനെ ഉദ്ധരിച്ച മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം ആരംഭിച്ചത് മുതൽ ഇസ്രയേലിൽ മാനസിക പിന്തുണ ആവശ്യമുള്ള ആളുകളുടെ എണ്ണത്തിൽ കുത്തനെ വർധനവുണ്ടായതായി മാനസികാരോഗ്യ വിദഗ്ധരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ഇത് പരിഹരിക്കാൻ ആവശ്യമായ തെറാപ്പിസ്റ്റുകളുടെയും മാനസിക ആരോഗ്യം ഉറപ്പാക്കുന്ന സേവനങ്ങളുടെയും കടുത്ത ക്ഷാമം രാജ്യത്ത് നിലനിൽക്കുന്നു. ഇത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞയാഴ്ച ഇസ്രയേലിലെ 8 പ്രധാന മാനസികാരോഗ്യ സംഘടനകളുടെ ഒരു കൂട്ടായ്മ സർക്കാരിന് അടിയന്തര മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടാവാത്ത രീതിയിലുള്ള വർധനവാണ് മാനസിക രോഗങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ദീർഘകാലത്തെ സംഘർഷവും ആഘാതവും പലരെയും വിഷാദം, ഉത്കണ്ഠ, പ്രാന്തമായ ചിന്തകൾ, ക്ഷീണം എന്നിവയിലേക്ക് നയിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഇത് സാരമായി ബാധിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഭാവി തലമുറകളെ ബാധിക്കുമെന്നും പൊതുജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് തകർച്ചയുണ്ടാവുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന് 3 ജനറൽമാരെയും ഇസ്രയേൽ സൈന്യം പിരിച്ചുവിട്ടിരുന്നു. നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണവും കനത്ത തിരിച്ചടിയുമായിരുന്നു ഒക്ടോബർ 7. ആക്രമണത്തിലേക്ക് നയിച്ച പരാജയങ്ങളെക്കുറിച്ച് വ്യവസ്ഥാപരമായ അന്വേഷണം നടത്തണമെന്ന് സൈനിക മേധാവി ഇയാൽ ജമീർ ആവശ്യപ്പെട്ടതിന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ നടപടി. ഡിവിഷണൽ കമാൻഡർമാർ അടക്കമുള്ളവരാണ് ജനറൽമാരെയാണ് പുറത്താക്കിയത്. ഇവരിൽ ഒരാൾ അന്ന് സൈനിക ഇന്റലിജൻസ് മേധാവിയായിരുന്നു. ഗാസയിൽ നിന്നും ഹമാസ് നടത്തിയ ആക്രമണം തടയുന്നതിൽ സായുധ സേന പരാജയപ്പെട്ടതിനെ 3 വ്യക്തിപരമായ ഉത്തരവാദികളാണെന്ന് ഞായറാഴ്ച സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. വീഴ്ചയുമായി ബന്ധപ്പെട്ട 3 രാജിവെച്ചതിന് പിന്നാലെയാണ് സൈന്യത്തിന്റെ നടപടി. നാവിക വ്യോമസേനാ മേധാവിമാർ, മറ്റ് ജനറൽമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്കെതിരെയാണ് അച്ചടക്ക നടപടി. ഒക്ടോബർ 7 ആക്രമണങ്ങളെക്കുറിച്ചുള്ള സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണം പൂർത്തിയാക്കി വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് ഈ മാസം ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്നു. സൈനിക സംവിധാനത്തിനുള്ളിൽ ദീർഘകാലമായി വ്യവസ്ഥാപിതവും സംഘടനാപരവുമായ പരാജയമുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.